ആയിട്ടുള്ള സ്വർഗ സന്തോഷം അനുഭവിക്കുന്നവരുടെ ലോകവുമായുള്ള അവരുടെ ഇടപാട് എങ്ങനെയായിരിക്കും? ഫിലിപ്പിയ ലേഖനം 2:14-15. ഫിലിപ്പിയ ലേഖനം 2:14-15 വായിച്ചാൽ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14 and 15. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14 and 15. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഇവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. വക്രതയും കോട്ടവും ഉള്ളവരുടെ ഇടയിൽ നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അപ്പോൾ സ്വർഗ സന്തോഷം അനുഭവിക്കുന്നവർ അവർ ഈ ലോകവുമായുള്ള ബന്ധം വരുമ്പോൾ അവരെന്താണ്? വക്രതയും കോട്ടവുമുള്ളവരുടെ മുൻപിൽ അനിന്യരായി ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. കർത്താവ് പറഞ്ഞല്ലോ, മുള്ളുകളുടെ ഇടയിലെ താമര. എൻ്റെ പ്രിയ എവിടെയിരിക്കുന്നു? മുള്ളുകളുടെ ഇടയിലെ താമര. ഉത്തമഗീതത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, മുള്ളുകളുടെ ഇടയിലെ താമര. മുള്ളുകളുടെ ഇടയിലെ താമര എന്ന് പറയുമ്പോൾ 4 വശത്തും മുള്ളാണ്. കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ അവിടെയും മുള്ളാ കൊള്ളുന്നത്, ഇവിടെയും മുള്ള. അപ്പോൾ മുള്ളു കൊള്ളുമ്പോഴെല്ലാം ആ താമര പുഷ്പത്തിന് ഓരോ സുഷിരമാണ്. ആ സുഷിരം ഉണ്ടാകും തോറും നല്ല സുഗന്ധം 4 വശത്ത് പകരുകയാണ്. മുള്ളിന് പകരം മുള്ളല്ല. അതുകൊണ്ട് ദൈവ പൈതലേ, സ്വർഗ സന്തോഷം അനുഭവിക്കുന്ന ദൈവ പൈതലേ, സ്വർഗരാജ്യം അനുഭവിക്കുന്ന ദൈവ പൈതലേ, നിന്നെ ദൈവം ആക്കിയിരിക്കുന്നത് മുള്ളുകളുടെ ഇടയിലാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ. അവിടെ നാം ദൈവത്തിൻ്റെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ഇനിയും 1 കോരിന്ത്യർ 4:12-13 വായിച്ചിട്ട്, 1 കോരിന്ത്യർ 4, കാരണം അനേക കാര്യങ്ങൾ പറയാനുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. 1 കോരിന്ത്യർ 4:12-13. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ശകാരം കേട്ടിട്ട് എന്ത് ചെയ്യുന്നു? പറഞ്ഞാൽ ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. ഉപദ്രവം വന്നിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്ന് വരെ സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ദൈവമക്കളാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ചിന്തയുണ്ട്, ലോകം എന്നെ മാനിക്കും. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളായി മുൻപോട്ട് പോകും തോറും നിന്നെയും അപമാനം ലോകത്തിന്റെ ചവറായി തീരും. എന്തുകൊണ്ടാണ് ലോകത്തിന് ചവറായി തീരുന്നത്? നമ്മുടെ പുറകെ ആരും പോകരുത് എന്ന് കാണിക്കേണ്ടതിന് നമ്മളെ ലോകത്തിന്റെ ചവറാക്കി തീർക്കും. ഇന്ന് അങ്ങനെയല്ല, മാനം വേണം. ഞാൻ ഉദാഹരണമായിട്ടൊരു എൻ്റെ കാര്യം ഇപ്പോൾ AM സാമുവേൽ ആർമിയിൽ എഞ്ചിനീയർ ആയിരുന്നു, ക്യാപ്റ്റൻ ആയിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ജോലിയൊക്കെ രാജിവെച്ച് ഇറങ്ങി വന്നു, പെൻഷനൊന്നും എടുക്കാതെ സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ AM സാമുവേൽ 500 ടണ്ണ് ഭാരമുള്ള വലിയൊരു ഭാഗം ആണ്. അതിനകത്ത് സ്വർഗം നോക്കിയപ്പോൾ 10 ഗ്രാം സ്വർണമേ ഉള്ളൂ. ബാക്കി 500 ടൺ ഈ വലിപ്പത്തിൽ അകത്ത് കൊള്ളാവുന്നത് എത്രയേ ഉള്ളൂ? 10 കിലോയല്ല, 10 ഗ്രാം സ്വർണമേ ഉള്ളൂ. സ്വർഗത്തിന് വേണ്ടിയത് ഈ 10 ഗ്രാം സ്വർണമാണ് വേണ്ടിയത്, ഈ 500 ടൺ സാമുവേലിനെയല്ല വേണ്ടിയത്. അതുകൊണ്ട് ഈ സാമുവേലിന്റെ യാത്രയിൽ ഒരുപാട് ഉരുക്കുശാലകളുണ്ട്. ആദ്യത്തെ ഉരുക്കുശാലയിൽ ഒന്ന് കയറ്റി ദൈവം ഒന്ന് കയറ്റിയപ്പോൾ AM സാമുവേൽ ഹല്ലേലൂയ സ്തോത്രം സാത്താനെ പോന്നൊക്കെ പറഞ്ഞു ഉരുകി 300 ടണ്ണായി. 500 300 ടൺ, 200 അങ്ങ് ഉരുകിപ്പോയി. പിന്നെ അടുത്തതിനകത്ത് വന്നപ്പോൾ പിന്നെ ഒരു 300 ഉരുകി, പിന്നെ 100 ടണ്ണായി. പിന്നെ അടുത്തതിൽ വന്നപ്പോൾ ഉരുകി 50 ടണ്ണായി. അപ്പം വലുതായി അല്ല വരുന്നത്, ചെറുതായി പോവുകയാണ്. പിന്നെ ഉരുകി വന്നപ്പോൾ 1 ടണ്ണായി. 1 ടണ്ണുള്ളപ്പോഴും അകത്ത് എത്രയേ ഉള്ളൂ സ്വർണം? 10 ഗ്രാം. പിന്നെ ഉരുകി വന്ന് 10 കിലോയായി. അപ്പോൾ എത്ര വലിയ ടണ്ണീന്ന് വന്ന് എന്തായി? 10 കിലോ.
പിന്നെ ഉരുകി വന്നപ്പോൾ 1 കിലോ. അപ്പം നോക്കിയപ്പോൾ കുറച്ചൊക്കെ. പിന്നെ വന്ന് 500 ഗ്രാം ആയപ്പോൾ സ്വർണ്ണമകത്തിൻ്റെ ഏതാണ്ടൊക്കെ. പിന്നെ ഉരുകി വന്ന് 20 ഗ്രാമായി. പിന്നെ ഉരുകി ഒടുവിൽ 10 ഗ്രാം മുകളിൽ പോയി. ഹല്ലേലൂയ. അങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം. ഈ പുസ്തകത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് അങ്ങനെയാണ് പോയത്. അപ്പോസ്തലന്മാരെല്ലാം പോയത് അങ്ങനെയാണ്. എന്നാൽ ഇന്നത്തെ എങ്ങനെയാണെന്നറിയാമോ? 500 ടണ്ണിൽ നിന്ന് പിന്നെ 600 700 പിന്നെ വലിയ സിംഹാസനമായി. പിന്നെ വളർന്ന് വളർന്ന് വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്ന നിലയിലായി. ഇത് ദൈവപ്രമാണമല്ല, ദൈവിക മാർഗമല്ല. കർത്താവിൻ്റെ ദാസൻ, പിന്നെ വിലയേറിയ ദാസൻ, പിന്നെ അതിവിലയേറിയ ദാസൻ, പിന്നെ അതിവിലയേറിയ ദാസൻ, അങ്ങ് വില കൂടി 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 അങ്ങ് വലുതായി. പിന്നെ റെവറൻഡായി, ഡോക്ടറായി, എന്തൊക്കെയായി തീർന്നു. അതല്ല മാർഗം. ലോകത്തോടുള്ള നാം സ്വർഗസന്തോഷം അനുഭവിക്കുന്നവർ ലോകത്തിൻ്റെ അഴുക്കായി തീരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, 2 കൊരിന്ത്യർ 4:16 വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 4:16 വായിച്ചാട്ട്. 15-16. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ആകയാൽ എന്റെ അനുകാരികളാകുവീൻ. ക്രിസ്തുവിന്റെ അനുകാരികളാകുക എന്ന് പറയാതെ എന്റെ അനുകാരി, ബി മൈ ഫോളോവേഴ്സ്. കാരണം പൗലോസിന് മനസ്സിലായി, ഞാൻ വാസ്തവമായി ക്രിസ്തുവിനെ പിൻപറ്റുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എന്റെ അനുകാരികളാകുവീൻ. അതിന്റെ 9-ാം വാക്യം 4:9 വായിച്ചാട്ട്. ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നു. ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവമക്കൾ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ആരായിത്തീരും? കൂത്തുകാഴ്ചയായി തീരും. ലോകത്തിന്റെ ചപ്പും ചവറുമായി തീരും. അങ്ങനെ വരുമ്പോൾ, മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകണം, ഇതാണ് കർത്താവിന്റെ മാർഗം. ഇനിയും 2 കൊരിന്ത്യർ 6:7 വായിച്ചാട്ട്. 2 കൊരിന്ത്യർ 6:7. സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരായിരുന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാതിരുന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ക്ഷമിക്കണം. 1 കൊരിന്ത്യർ, എന്നോട് ക്ഷമിക്കണേ, 1 കൊരിന്ത്യർ 6:7. ക്ഷമിക്കണം, 2 കൊരിന്ത്യർ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. 2 കൊരിന്ത്യർ അല്ല, 1 കൊരിന്ത്യർ 6:7. 2 കൊരിന്ത്യർ അല്ല, 1 കൊരിന്ത്യർ. 2 കൊരിന്ത്യൻസ് नहीं, 2 കൊരിന്ത്യർ नहीं, 1 കൊരിന്ത്യർ, 1 കൊരിന്ത്യർ 6:7. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? അന്യായം സഹിക്കുക. നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? പ്രിയമുള്ളവരെ, നാം അന്യായം സഹിക്കുവാൻ നമുക്ക് മനസ്സാകും. ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർ നമ്മളോട് അന്യായം ചെയ്യുമ്പോൾ അത് സഹിക്കുവാൻ, പിന്നെ നഷ്ടം ഏറ്റുകൊള്ളുവാൻ നമ്മളിടയാകും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനേക സംഭവങ്ങളുണ്ട്. സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കുക. ഒന്നല്ല കാര്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. എത്ര കോടി കോടി രൂപയുടെ നഷ്ടങ്ങൾ സഹിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ലക്ഷക്കണക്കിനല്ല, കോടി കോടി രൂപയുടെ അന്യായങ്ങൾ സഹിക്കുക, നഷ്ടം സഹിക്കുക. അപ്പോൾ അവർ ഒരു വ്യവഹാരവുമില്ല. എന്തു പറഞ്ഞാൽ ഒരു ചെറിയ ഒരു സംഭവത്തിൽ അനേകമുണ്ട്. ഒരു ചെറിയ കാര്യം പറയാം. ഞങ്ങളുടെ അവിടെ ഉദംപൂർ ഒരു അല്പം സ്ഥലം വാങ്ങി തഹസിൽദാരെയും എല്ലാവരെയും കൊണ്ടുവന്നാണ് സ്ഥലം അളന്നെടുത്തത്. ബൈബിൾ സ്കൂളും അതൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ചിന്തയിലായിരുന്നു അത് ആരംഭിച്ച്. ഇപ്പോൾ ഞങ്ങൾ ആ ഭാഗം ഒരു വേറെ സ്കൂളിന് വിട്ടിട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ബൈബിൾ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആ വാങ്ങിച്ച
തഹസീൽദാരും എല്ലാവരും വന്ന് കുറ്റിയൊക്കെ അടിച്ച് എല്ലാം ശ്രമപ്പെടുത്തി. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടെ ചെന്ന് വാനം തോണ്ടി കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കാൻ ചെന്നപ്പോൾ നേരത്തെ മാർക്ക് ചെയ്യുന്ന 1.5 അടി താഴെയോട്ട് ഇങ്ങനെ കുറ്റികളെല്ലാം മാറ്റി വെച്ചിരിക്കും. ഞാനപ്പോൾ വേലക്കാരോട് പറഞ്ഞു 1.5 അടിയുടെ കുറച്ചുകൂടെ കീപ്പോട്ട് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ 1.5 അടിയുടെ കീപ്പോട്ട് വെച്ചിട്ട് കുറ്റിയടിച്ച് വാനം തോണ്ടാൻ തുടങ്ങി. അപ്പോൾ മുകളിലുണ്ടായിരുന്ന ആൾ വന്നിട്ട്, നിങ്ങളുടെ സ്ഥലം ഇവിടെ വരെയായിരുന്നു, ഞാൻ 1.5 അടി എടുത്തു, നിങ്ങൾ വീണ്ടും എന്തിനാ 1.5 അടി കൂടെ വിട്ടത്? ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചെകിട്ടത്തടിച്ചാൽ ഇതുകൂടെ കൊടുക്കണം, നിനക്ക് 1.5 അടി കൊണ്ട് എന്തരാ? ഞാനൊരു ബാത്റൂമും കക്കൂസും ഒക്കെ ഉണ്ടാക്കാനാണ്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ല ഇതുകൂടെ എടുക്കട്ടെ. പറഞ്ഞു, ഇല്ല, ഇത്രയും സ്ഥലം നിൻ്റേതാണ്. ഞാൻ പറഞ്ഞു, അത് വേണ്ട, നീ ഈ 3 അടി കൂടെ എടുക്കുക. 3 അടി നീളത്തിൽ കുറച്ചേറെ സ്ഥലം വിടുവാനിടയായി. ആ ആൾ അവരെന്തായിരുന്നു ചിന്തിച്ചത്? ഞാൻ ആ 1.5 അടിക്ക് വഴക്കിടുകയാണെങ്കിൽ ഞങ്ങളോട് വഴക്കിടാൻ ഇരുമ്പ് കമ്പിയും കൊണ്ട് 10-12 പേരെ അകത്ത് ഈ കള്ളും കുടിപ്പിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. അവർ വിചാരിച്ച് ഞാൻ വഴക്കുണ്ടാക്കാൻ ചെല്ലുമെന്ന്. അതിന് 10-12 പേരെ കമ്പിയും കൊടുത്ത് അകത്ത് ഇരുത്തിയിരിക്കുക. ഞാനിങ്ങനെ 1.5 അടി കൂടെ വിട്ടുകൊടുത്തപ്പോൾ ആ ആള് പറഞ്ഞു, പിന്നെ പോലീസുകാർ തന്നെ വന്നു. ഞാനല്ല, പോലീസുകാർ, അദ്ദേഹം അവർ വാറ്റൊക്കെ നടത്തുന്നവരാണ്. പോലീസുകാരൊക്കെ പറഞ്ഞു, ഈ സ്ഥലത്ത് ബഹുമാനിക്കുന്നെങ്കിൽ നിന്നെ മാത്രമേ ഞാൻ എവിടെയെങ്കിലും പോയാലുണ്ടെ എഴുന്നേറ്റ് നിൽക്കും. ആ വലിയ വഴക്കുണ്ടാക്കുന്നവൻ, അവനാണ് ഈ സ്ഥലത്തിന് വേണ്ടി ചെയ്തത്. അപ്പോൾ അവന് 1.5 അടി അവനെടുത്തു. അതിൻ്റെ കൂടെ 1.5 അടി കൂടെ കൊടുത്തപ്പോൾ കർത്താവിൻ്റെ വചനപ്രകാരം എനിക്കവിടെ നിൽപ്പാൻ കഴിയുണ്ടായി. നഷ്ടം സഹിക്കേണ്ടി വന്നു, എന്നാൽ കർത്താവിന് വചനം. ഇപ്പോൾ ജമ്മുവിൽ നോക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ വസ്തു അതുപോലെ വിട്ടേച്ചിരിപ്പാൻ കർത്താവ് കൃപ നൽകി. അപ്പോൾ നാം സ്വർഗസന്തോഷം അനുഭവിക്കുകയാണെങ്കിൽ, വിവരിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കും. നഷ്ടങ്ങൾ സഹിക്കാൻ നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. അന്യായം സഹിക്കാൻ വേറെ പ്രയാസമില്ല. ഇനിയും മത്തായിയുടെ സുവിശേഷം 5:11-12 വായിച്ചാണ്. മത്തായിയുടെ സുവിശേഷം പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 5:11-12. മാത്യു ചാപ്റ്റർ 5:11-12. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ ഇരുന്ന് കരയല്ല, സ്വത്രം സന്തോഷിക്കുന്ന അനുഭവം, സ്വർഗ സന്തോഷം. ഒരിക്കൽ നിങ്ങളെ കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ എന്ത് ചെയ്യുക? സ്വർഗത്തിൽ സന്തോഷിക്കാൻ. ഇനി മത്തായിയുടെ സുവിശേഷം 5:39. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങൾ തന്നെ പെട്ടെന്ന് വായിച്ചു പോകാം. 5:39. മത്തായി 5:39. ഞാനോ നിങ്ങളോട് മാത്യു 5:39. ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു വീക്ക്നെസ് കൂടെ പറയാം. ഒരു പ്രാവശ്യം ഞാൻ ടീമായിട്ട് യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾ 10-12 പേരുണ്ട്. ഞങ്ങളുടെ സീറ്റ് എല്ലാം റിസർവ് ചെയ്തിട്ടുണ്ട്, ബെർത്തുണ്ട്. ഒരു സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങളുടെ ബെർത്ത് മറ്റുള്ളവർ പിടിച്ചു വെച്ചിരിക്കുക. അവരുടെ ടിക്കറ്റൊന്നുമില്ല, അവർ കയറി ബലാത്കാരമായി പിടിച്ചു വെച്ചിരിക്കുകയാണ്, ടിക്കറ്റും ഇല്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ബെർത്ത് ഞങ്ങൾക്ക് തരണം. അവർ പറഞ്ഞു, നിങ്ങൾക്ക് തരാം, താഴെ ഇരുന്നോളാൻ പറഞ്ഞു. നിലത്ത് എല്ലാ ബെർത്തും അവരെ പിടിച്ചു വെച്ചിരിക്കുക. ഞാൻ അല്പം ശബ്ദം ഉയർത്തി പറഞ്ഞു, ഞങ്ങളുടെ ടിക്കറ്റ് ഞങ്ങൾക്ക് തരണം. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ സ്വർഗരാജ്യം അനുഭവിക്കുന്നവനായിട്ടല്ല പറയുന്നത്, എൻ്റെ നില വിട്ട് പറയുകയാണെന്ന് മനസ്സിലായി. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ കുറച്ചൊക്കെ സ്ഥലം തന്നു. ഞാൻ ഉടനെ ഈ റെയിൽവേ ഈ കോച്ചിനകത്തുള്ള ടോയ്ലറ്റിൽ പോയി. ടോയ്ലറ്റ് ചെയ്ത് ഞാൻ കുറച്ച് നേരം ഇരുന്ന്, കർത്താവേ, എൻ്റെ ശബ്ദം ഞാൻ സാധാരണ ശബ്ദത്തിലുള്ളതിനേക്കാൾ സ്വർഗരാജ്യം അനുഭവിക്കുന്നതിനെ പോലെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്. കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ പണിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അവിടെ ഈ ലാട്രിൻ്റെ വാഷ് ബേസിനും ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ ആ വാഷ് ബേസിനൊക്കെ വളരെ എല്ലാവരും തുപ്പി അങ്ങ് വളരെ വൃത്തികേടായിട്ട് ഇറക്കാം. ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് കഴുകാൻ തുടങ്ങി. മുഴുവനും നല്ലവണ്ണം കഴുകി. അപ്പോൾ അത് ഒത്തിരി അഴുകുണ്ട്. ഞാൻ ഈ കൈ കൊണ്ട് പറഞ്ഞു, ഈ കൈ കൊണ്ട് തന്നെ ഒരച്ചത് മുഴുവനും. പിന്നെ അത് കഴിഞ്ഞ് വാഷ് ബേസിൻ കഴുകി. പിന്നെ അത് കഴിഞ്ഞ് ടോയ്ലറ്റ്, അത് നല്ലപോലെ കൈ കൊണ്ട് തന്നെ, വേറെ ആരെയും കൊണ്ടല്ല, ചെരുപ്പുകൊണ്ട് സ്വന്തം കൈ കൊണ്ട് തന്നെ കഴുകി. എല്ലാം നല്ല ഭംഗിയാക്കി. പിന്നെ ഞാൻ വന്ന ആ സഹോദരന്മാരെ, അവരാണ് നമ്മുടെ സീറ്റ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ
ഞാൻ നിന്നോട് സംസാരിച്ചത് ഇച്ചിരി ഉച്ചത്തിലായിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നവരോട് ക്ഷമ ചോദിച്ചു. സ്നേഹത്തോടിരിപ്പാനിടയായി. പിന്നെ അവർ ഞങ്ങൾ കുറച്ചുകൂടെ സീറ്റ് തന്നു. കുറച്ച് അവരുടെ കൈവശം വരുന്നു. ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് വന്നാലും, കാരണം സ്വർഗരാജ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജഡം ഉയരാൻ, ആ പെട്ടെന്ന് നമ്മുടെ സീറ്റ് അവർ കൈവശമാക്കി നമ്മുടെ അവകാശവാദമാണ് വന്നത്. പ്രിയ ദൈവവേദലേ, നീ യാത്രക്കാരനാണ്. നീ യാത്രക്കാരനായിരിക്കും. നിന്റെ അവകാശവാദമല്ല അവിടെ വരേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് എത്ര സന്തോഷമായെന്നറിയാം. സീറ്റ് കിട്ടാതെ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ വന്നു, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളുടെ സീറ്റ് അവരുടെ കയ്യിൽ. എന്നാലും ഹല്ലേലൂയ, അവർ തന്നെ തമ്മിൽ പറയാൻ തുടങ്ങി, ഇവരെത്ര നല്ലവർ. നമ്മുടെ സീറ്റിൽ അവർ ഉറങ്ങുന്നത്, ഞങ്ങൾ കഷ്ടപ്പെട്ട്. എന്നാൽ അല്പമൊക്കെ ഞങ്ങൾക്ക് ഇരിക്കാനും കുറച്ചൊക്കെ കിടക്കാനും ഒക്കെ സ്ഥലം കിട്ടി. എന്നാൽ കർത്താവിന് സ്തോത്രം. ഞാൻ പറയുന്നത്, ഏത് സാഹചര്യത്തിലും മുൻപോട്ട് പോകുവാൻ. ഇനിയും മത്തായി സുവിശേഷം 5:14 വായിച്ചാട്ട്. 5:14, 5:13 ആദ്യം വായിച്ചാട്ട് പിന്നെ 14 വായിക്കാം. മത്തായി സുവിശേഷം 5:13. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. മാത്യു 5:13. നാം ഭൂമിയുടെ ഉപ്പാകും. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഉപ്പ് വെള്ളത്തിലിട്ട് അലിഞ്ഞ ശേഷം വല്ലതും ബാക്കി കാണുമോ? അറിഞ്ഞാട്ട് നമ്മൾ ആഹാരത്തിന് ഉപ്പിടുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം മറ്റുള്ളവർക്ക് സ്വാദായി തീർന്ന് അവസാനിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവർക്ക് സ്വാദായി തീർന്ന് നാം എന്തായിത്തീരുക? അവസാനിക്കുക. ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒരല്പം ഉപ്പിട്ടാൽ അത് സ്വാദായി തീർന്നാൽ പിന്നെ ഉപ്പല്പം പോലും ഇല്ല, മുഴുവനും ചേർന്ന്. അതുപോലെ പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവർക്ക് സ്വാദായി തീർന്ന് അവസാനിക്കുക. ഹല്ലേലൂയ. അതാണ് വാസ്തവമായി സ്വർഗസന്തോഷം അനുഭവിക്കുന്നത്. കർത്താവ് പറയും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഉപ്പായി മറ്റുള്ളവർക്ക് സ്വാദായി തീർന്നു. വലിയവർക്കും ചെറിയവർക്കും പ്രായമുള്ളവർക്കും ഇല്ലാത്തവർക്കും പഠിപ്പുള്ളവർക്കും ഇല്ലാത്തവർക്കും നാം സ്വാദായി തീർന്നങ്ങ് അവസാനിക്കുക. അതാണ്. ഇനി ഞാൻ 5:14 വായിച്ചാട്ടെ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു മെഴുകുതിരിയാണെന്ന് വിചാരിച്ചാട്ട്. ഈ മെഴുകുതിരി കത്തുകയാണ്. മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുമ്പോൾ ഈ മെഴുകുതിരി സുഖിക്കുകയാണോ വേദന സഹിക്കുകയാണോ? പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോ? ഇതൊരു മെഴുകുതിരിയാണ്. ഈ മെഴുകുതിരി കത്തുകയാണ്. മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുമ്പോൾ ഈ മെഴുകുതിരി എത്രമാത്രം വേദന സഹിച്ച് ഉരുകി 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 ഇല്ലാതെയാകുകയാണ്. ഇപ്പോൾ ഈ ലൈറ്റിൽ കൂടെ പ്രകാശം വരുന്നുണ്ട്. എനിക്ക് പ്രകാശം വളരെ, എന്നാൽ ആ ബൾബിൻ്റെ ആ 4 വശം നിങ്ങൾ തൊട്ടു നോക്കണം. എത്ര ചൂടായിട്ടുണ്ട്. എത്ര ചൂടായി ഇരുന്നുകൊണ്ടാണ്, ക്ഷമിക്കണം, എത്ര ചൂടായി ഇരുന്നിട്ടാണ് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നത്. അതുകൊണ്ട് സ്വർഗ സന്തോഷം അനുഭവിക്കുന്നവർ നാം ഇവിടെ സുഖിച്ചല്ല ഇരിക്കുന്നത്. നാം വേദന അനുഭവിച്ചുകൊണ്ട്, കഷ്ടം സഹിച്ചുകൊണ്ട്, ദുഃഖം സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരായി തീരുക. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയ ജീവിതം. നമ്മൾ വെളിച്ചമാകുന്നു. സഹോദര, മറ്റുള്ളവർക്ക് വെളിച്ചമാകണമെങ്കിൽ നീ വേദന അനുഭവിച്ചേ മതിയാകുള്ളൂ. മറ്റുള്ളവർക്ക് സ്വാദ് കിട്ടണമെങ്കിൽ നീ അലിഞ്ഞേ മതിയാകുള്ളൂ. ഞാൻ അലിയരുത്, മറ്റവർക്ക് സ്വാദ് വേണമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. നാം അലിഞ്ഞലിഞ്ഞ് കുറഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളെന്താ, ഞാൻ അലിയരുത്, ഞാൻ അങ്ങനെ തന്നെ ഇരിക്കണം, മറ്റുള്ളവർക്ക് നടക്കുകയില്ല. ഞാൻ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കണമെങ്കിൽ നാം വേദന സഹിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുകയുള്ളൂ. നാം വേദന സഹിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. യോഹന്നാൻ 3:30 വായിച്ചാട്ട്. യോഹന്നാൻ 3:30. ജോൺ 3:30. അവൻ വളരണം, ഞാനോ കുറയണം. അവൻ വളരണം, ഞാനോ കുറയണം. സ്വർഗ സന്തോഷം അനുഭവിക്കുന്നവർ
അവിടെ ഹൃദയത്തിലെ എന്താണ്? എനിക്ക് ഈ ഭൂമിയിലൊന്നും വലുതാകണ്ട, കുറഞ്ഞ് 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 ഒരു മെഴുകുതിരി കത്തി അവസാനിക്കുന്നത് പോലെ. ഇനി പെട്ടെന്ന്